Welcome back to my channel, English Grammar Teaching and Learning. In the last class, we learned 2 lessons of the second unit. Today, let us start the third lesson of the second unit, Past Progress. We learned breaking barriers, IL5, and a phoenix rises. Then third lesson of the second unit, the seedling. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റായ പാസ്റ്റ് പ്രോഗ്രസ് എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ ലെസൺ ദി സീഡ്ലിംഗ് ആണ്. Let us read and enjoy. Problems should be seen as opportunities. We should be solution providers who transform the world. Can we continue to stay motivated even when the path to success is long, difficult and challenging? ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് പ്രോബ്ലം ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ പ്രശ്നങ്ങളെ അവസരങ്ങളായി കാണുക. വി ഷുഡ് ബി സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ്. നമ്മളെല്ലായ്പ്പോഴും പ്രശ്ന പരിഹാരം നിർദ്ദേശിക്കുന്നവരായിരിക്കണം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹു ട്രാൻസ്ഫോം ദി വേൾഡ്. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. ക്യാൻ ബി കണ്ടിന്യൂ ടു സ്റ്റേ മോട്ടിവേറ്റഡ്. നമുക്ക് ഒരു മോട്ടിവേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഈവൻ വെൻ ദി പാത്ത് ടു സക്സസ് ഈസ് ലോങ്. ഇനി വിജയത്തിലേക്കുള്ള പാത എത്ര ദൈർഘ്യമേറിയതായാലും, ഡിഫിക്കൽട്ട് പ്രയാസം നിറഞ്ഞതാണെങ്കിലും, ആൻഡ് ചലഞ്ചിങ് അതുപോലെ തന്നെ വെല്ലുവിളികൾ ഉയർത്തുന്നതാണെങ്കിലും. ഇപ്പോൾ വിജയത്തിലേക്കുള്ള പാത ദീർഘവും ദുഷ്കരവും വെല്ലുവിളി നിറഞ്ഞത് ആണെങ്കിൽ പോലും നമുക്ക് പ്രചോദനം നിലനിർത്തുവാൻ കഴിയുമോ എന്നാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ദി സീഡ്ലിംഗ് ഷോസ് ഹൗ നേച്ചർ ക്യാൻ ഇൻസ്പയർ us to preserve in the face of adversity. അഡ്വേഴ്സിറ്റി മീൻസ് പ്രതികൂല സാഹചര്യങ്ങളെ നമുക്ക് എങ്ങനെ സ്ഥിരോത്സാഹത്തോട് നേടുന്ന ആ പ്രശ്നങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും. അതാണ് യഥാർത്ഥത്തിൽ സീഡ്ലിംഗ് എന്ന കവിതയിലൂടെ നൽകുന്ന പാഠം. അപ്പോൾ ഇവിടെ തികച്ചും പ്രകൃതിയാണ്, പ്രകൃതിയിലെ ഒരു ചെടിയെയാണ് യഥാർത്ഥത്തിൽ കവി ഇവിടെ ഉപയോഗിക്കുന്നത്. സീഡ്ലിംഗ് മീൻസ് സീഡ്ലിംഗ് ഇസ് എ യങ് പ്ലാന്റ് ദാറ്റ് ഹാസ് റീസെൻ്റ്ലി ജെർമിനേറ്റഡ് ഫ്രം എ സീഡ്. ഒരു വിത്തിൽ നിന്ന് ഇപ്പോഴങ്ങോട്ട് പൊട്ടിമുളച്ചു വന്ന ഒരു തയ്യെയാണ് നമ്മൾ സീഡ്ലിംഗ് എന്ന് പറയുക. A seedling is a young plant that has recently germinated from a seed. Let us look at the author. നമുക്ക് എഴുത്തുകാരനെ കുറിച്ച് നോക്കാം. പോൾ ലോറൻസ് ഡൺബർ. നമ്മുടെ എഴുത്തുകാരൻ്റെ പേര് പോൾ ലോറൻസ് ഡൺബർ. Was born in 1872 and died in 1906. Was an American poet, novelist and short story writer. ഇദ്ദേഹം ഒരു ചെറുകഥാകൃത്താണ്, ഒരു നോവലിസ്റ്റാണ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ കവിയായിരുന്നു. He was enslaved in Kentucky before the American Civil War. അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധത്തിന് മുൻപ് ഇദ്ദേഹത്തെ അടിമയാക്കി കെൻഡക്കിയിൽ. He published his first poem, Our Martyred Soldiers, at the age of 16. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പദ്യം പ്രസിദ്ധീകരിച്ചു. Our Martyred Soldiers, നമ്മളുടെ രക്തസാക്ഷികളായിട്ടുള്ള പട്ടാളക്കാർ. ഡൺബർ became one of the first Afro-American writers to win international acclaim. അന്തർദേശീയ തലത്തിൽ അദ്ദേഹം പ്രശംസ പിടിച്ചു പറ്റിയ ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ എഴുത്തുകാരിൽ ഒരാളാണ്. He worked with the Wright brothers in their publication, The Tatler. ടാറ്റ്ലർ എന്ന പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് റൈറ്റ് ബ്രദേഴ്സിന്റെ കൂടെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. His first book, a collection of poems, Oak and Ivy, was published in 1893. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം ഓക്ക് ആൻഡ് ഐവി 1893 പ്രസിദ്ധീകരിച്ചു. He has published many collections of poems. അതുപോലെ ധാരാളം പദ്യസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഷോർട്ട് സ്റ്റോറീസ്, ചെറുകഥകൾ, 4 novels, 4 നോവലുകൾ, എ പ്ലേ, ഒരു നാടകം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മഹത്തായ രചനകൾ. Then here
the seedling. The poem begins with a tiny seedling lying in darkness and finally it became a full grown plant after a long journey. അപ്പോൾ നമ്മളൊരു വിത്തിട്ടാൽ ആ വിത്ത് മണ്ണിനടിയിൽ നിന്ന് മുകളിലേക്ക് പല പല പ്രോസസ്സുകൾ കഴിഞ്ഞ് മുകളിലേക്ക് വളർന്ന് അങ്ങനെ ഒരു ഫുൾ ഗ്രോൺ പ്ലാന്റായി മാറുന്നു. അതിനൊരു നീണ്ട യാത്ര. ദിസ് നാച്ചുറൽ പ്രോഗ്രഷൻ മിറേഴ്സ്, യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രകൃതിയുടെ നിയമം എന്താണ് നമ്മളിൽ പ്രതിഫലിപ്പിക്കുന്നത്? ഹ്യൂമൻ ഗ്രോത്ത്. അത് യഥാർത്ഥത്തിൽ സിംബലൈസ് ചെയ്തത് മനുഷ്യൻ്റെ വികാസത്തെയാണ്. അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജനനം മുതൽ വളർന്ന് മനോഹരമായി മാറുന്ന ഒരു അവസ്ഥ. ഫ്രം അൺസർട്ടനിറ്റി ആൻഡ് സ്ട്രഗിൾ ടു മെച്യൂരിറ്റി ആൻഡ് ബ്യൂട്ടി. അപ്പോൾ അത് സൗന്ദര്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥ. അതിന് ധാരാളം പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടി വരുന്നു. അൺസർട്ടനിറ്റി ആൻഡ് സ്ട്രഗിൾ, പോരാട്ടങ്ങൾ നടത്തേണ്ടി വരുന്നു, അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഹിയർ ദി സീഡ്ലിങ്സ് ജേർണി ഈസ് നോട്ട് ഈസി. ഇവിടെ സീഡ്ലിങ്ങിന്റെ യാത്ര എന്ന് പറയുന്നത് ഫ്രം ദി ജെർമിനേഷൻ ടു എ ഫ്ലവറിംഗ് പ്ലാന്റ് ഓർ ഫ്രൂട്ട്ഫുൾ പ്ലാന്റ്. അതായത് ഒരു വിത്തിൽ നിന്ന് അത് വളർന്ന് പടിപടിയായിട്ട് എവിടെ എത്തുന്നു? ഒരു പൂക്കുന്ന ചെടിയായി കാ പിടിക്കുന്ന ഒരു മരമായി തീരുന്നു. ഇറ്റ് സെറ്റ്സ് ആൻഡ് പാൻസ്. അവിടെ ആ ചെടി അധ്വാനിക്കുന്നുണ്ട്. സെറ്റ്സ് മീൻസ് ടോയിൽ ആൻഡ് മോയിൽ, ആൻഡ് പാൻസ് അണയ്ക്കുന്നുണ്ട്, കിതയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സിംബലൈസസ് ദി ഇഫർട്ട് ആൻഡ് ഹാർഡ്ഷിപ്പ്. അവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ആ പ്രയത്നം അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫ്സ് ബ്ലെസ്സിങ് ആൻഡ് ചലഞ്ചസ് ആണ് നമ്മൾ ഈ പദ്യത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ഇമേജറിയെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഈ പദ്യം എന്ന് പറയുന്നത് ഒരു ചെടിയുടെ വളർച്ച. അത് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ദി സീഡ്ലിംഗ് ഇറ്റ് സെൽഫ് ഈസ് എ പവർഫുൾ സിംബൽ ഓഫ് ചൈൽഡ്ഹുഡ്, then potential and moral development. Its transformation into a flower represents the blossoming of virtue and character. ഇവിടെ നമുക്ക് ഇത് രണ്ട് സെറ്റ് ആക്കിയാൽ ചെടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ, when we observe the different stages of a plant's growth, അവിടെ ഡോർമൻസി കാണാം, ജെർമിനേഷൻ, then root development, first shoot, leafy strength, bud and flowering, then pollination, reproduction. ഈ രീതിയിൽ നമുക്ക് ഈ ചെടിയുടെ വളർച്ചയെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അത് ഒരു മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത് ഒരു ഇൻഫന്റ് സ്റ്റേജിൽ നിന്ന്, ആൻ ഇൻഫന്റ് ഈസ് ബോൺ. അപ്പോൾ അവിടുന്ന് അതിനെ നമുക്ക് വേണമെങ്കിൽ രണ്ടായി ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം. എങ്ങനെ? പ്രീനേറ്റൽ ഡെവലപ്മെന്റ് ആൻഡ് അഡൽട്ട്ഹുഡ്. അതിൽ തന്നെ പ്രീനേറ്റൽ ഡെവലപ്മെന്റിൽ എന്തൊക്കെ വരുന്നു? ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്. അഡോളൻസ്ഹുഡ് തന്നെ രണ്ടായി നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്ന് ഇയർലി, മിഡിൽ ആൻഡ് ലേറ്റ് എന്നിങ്ങനെ. അപ്പം ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത്. അപ്പോൾ അതുമായി ഇതിനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നു. ലെറ്റ് us come to the lesson. Okay, the seedling. As a quiet little seedling, ഒരു ചെറിയ ചെടി. അത് എങ്ങനെ? വളരെ ശാന്തമായ. അപ്പോൾ ഒരു ചെടിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ ശാന്തതയിൽ നിന്ന്, ഇറ്റ് ഈസ് എ ടെൻഡർ ഇമേജ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ടെൻഡർ ഇമേജ്, എ സ്മോൾ സീഡ് ലൈങ് സ്റ്റിൽ. അവിടെ ഹ്യൂമിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ വെയിറ്റിംഗ് ടു അൺഫോൾഡ്. അവിടെ എളിമ അല്ലെങ്കിൽ അതിൻ്റെ കഴിവ്, പൊട്ടൻഷ്യൽ, അതിനൊരുപാട് കഴിവുണ്ട്. അത് വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനെ? പ്രകൃതിയിലേക്ക് പെയ്യെ ഉയർന്നു വരാൻ വേണ്ടി. ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. അങ്ങനെ ആ ശാന്തമായ ചെടി എവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്? വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. ഇരുണ്ട കിടക്കയിലാണ്. ഇരുണ്ട കിടക്ക ഭൂമിക്ക് അല്ലെങ്കിൽ മണ്ണിന് അടിയിലാണ്. ദി സീഡ് ഈസ് ബറീഡ് ഇൻ ഡാർക്ക്നെസ്, സിംബലൈസ് ദി അൺനോൺ ഹാർഡ്ഷിപ്പ്
അൺനോൺ ഹാർഡ്ഷിപ്പിനെയാണ് അവിടെ ഇത് സൂചിപ്പിക്കുന്നത്. ദി ബിഗിനിങ് ഓഫ് ലൈഫ് ജേർണി, അതാണ്. ഇറ്റ് മീൻസ് ഗ്രോത്ത് ഓഫൺ സ്റ്റാർട്ട്സ് ഇൻ ഒബ്സ്ക്യൂരിറ്റി ആൻഡ് ഡിഫിക്കൽട്ടി ഓർ ഒബ്സ്റ്റക്കിൾസ്. നമ്മുടെ എല്ലാം ജീവിതം ആരംഭിക്കുന്നത് പ്രയാസങ്ങളിൽ നിന്ന് ആണ്, അല്ലെങ്കിൽ തടസ്സങ്ങളിൽ നിന്നാണ്. അതിനെയെല്ലാം അതുപോലെ ചെടി എന്ത് ചെയ്യുന്നു? ചെടിയുടെ വളർച്ചയും ഇതേ രീതിയിൽ സീഡ് ഈസ് ബറീഡ് ഇൻ ഡാർക്ക്നെസ്, അവിടെ നിന്നാണ് അത് ഉയർന്നു വരുന്നത്. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ്, പക്ഷെ അതിന് സംസാരിക്കുന്നു. അത് അവിടെ ബൈ ഗിവിംഗ് ടു വോയിസ് ആൻഡ് തോട്ട്സ്, ഇവിടെ കവി ചെടിക്ക് ശബ്ദം നൽകിയിരിക്കുന്നു, പെർസോണിഫിക്കേഷൻ. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്, അത് പറയുന്നത് എന്താണ്? ഇതാണ് അത് പറയുന്നത്. അപ്പോൾ അത് സ്വയം സംസാരിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്, അത് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാം നമുക്ക്. ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്, ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്. റോബസ്റ്റ് മീൻസ് സ്ട്രോങ്. ഞാൻ അത്ര കരുത്തനല്ല എന്ന് പറഞ്ഞാൽ ടെൻഡർ, മുള പൊട്ടി വരുന്നതേ ഉള്ളൂ, ഇലകൾ വന്നു തുടങ്ങിയതേ ഉള്ളൂ. ബട്ട് ഐ വിൽ ഡു ദി ബെസ്റ്റ് ഐ ക്യാൻ. പക്ഷേ ഞാൻ ചെയ്യും, എനിക്ക് എന്നെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യും. അവിടെ ആ ചെടിയുടെ സത്യസന്ധത, ഓണസ്റ്റി ആൻഡ് ഹ്യൂമിലിറ്റി, അതാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഐ ആം നോട്ട് സ്ട്രോങ് ബട്ട് ഐ ആം ഓണസ്റ്റ് ആൻഡ് ഐ ഹാവ് ഹ്യൂമിലിറ്റി. ബട്ട് ഐ വിൽ ഡു ദി ബെസ്റ്റ് ഐ ക്യാൻ. ദിസ് ഈസ് ദി ഹാർട്ട് ഓഫ് ദി സ്റ്റാൻസ. ഈ സ്റ്റാൻസയുടെ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ബട്ട് ഐ വിൽ ഡു ദി ബെസ്റ്റ് ഐ ക്യാൻ. ഇറ്റ് റിവീൽസ് എ സ്പിരിറ്റ് ഓഫ് പെർസിവറൻസ് ആൻഡ് വില്ലിംഗ്നെസ് ടു ഗ്രോ. വളരാനുള്ള അതിൻ്റെ സ്ഥിരോത്സാഹമാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. ഇത് ആരോടുള്ള ഒരു ഉപദേശമാണ്? നമ്മളുടെ കുട്ടികളോടുള്ള ഒരു ഉപദേശമാണ്. അപ്പോൾ വളർന്നു വരുമ്പോൾ തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് നിങ്ങൾ വളരെ നന്നായി ചെയ്യണം. ഇതൊരു പാഠമാകണം. ദിസ് വിൽ ബി എ ലെസൺ ടു ദി സ്റ്റുഡൻസ്. ആൻഡ് ദി സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെന്റ് ഇറ്റ് വർക്ക്സ് ഓഫ് ലൈഫ് ബിഗാൻ. ആ നിമിഷം മുതൽ ചെടി എന്ത് ചെയ്യുന്നു? വളരാൻ തുടങ്ങുന്നു. ദാറ്റ് മീൻസ് ലൈഫ് ബിഗാൻ, അവിടെ ജീവിതം ആരംഭിക്കുകയാണ്. ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ മീൻസ് ദാറ്റ് ഈസ് എ ടേണിംഗ് പോയിന്റ്, സ്റ്റാർട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പരിവർത്തനം തുടങ്ങുന്നു. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്. ഇങ്ങനെ ആത്മവിശ്വാസമുള്ള ഒരു ചെടിക്ക് മാത്രമേ താഴെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂ. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദി ലൈറ്റ് ഓഫ് ഡേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം സം ഫേവറബിൾ കണ്ടീഷൻസ് ആർ നെസസറി ഫോർ ദി ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ്. സൺലൈറ്റ്, വാട്ടർ, മിനറൽസ്, ക്ലോറോഫിൽ, ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ചെടികൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ക്ലോറോഫിൽ ഹരിതകം ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെയും ജലത്തിൻ്റെയും ലവണത്തിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഇറ്റ് ഈസ് എ കെമിക്കൽ ഫാക്ടറിയാണ് ഇല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇതിങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വന്തമായി നിൽക്കാനുള്ള ഒരു കഴിവ് എത്തുന്നതിന് മുമ്പ് ആണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാറുള്ളത്? അതിൻ്റെ ആ വിത്തുകൾ. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്. അങ്ങനെ ആ ചെടി വിത്ത് മുളച്ച് മുകളിലേക്ക് വരുന്നു. ആ നിലനിൽക്കുന്ന വിത്ത് ചെടിയെ മുകളിലേക്ക് തള്ളുന്നു. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്. അതിൽ നിന്ന് ഇലകൾ പൊട്ടിമുളയ്ക്കുന്നു, ഇല മുകളിലേക്ക് പൊങ്ങി വരുന്നു. അപ്പ് ഇൻ ടു ദി ലൈറ്റ് ഓഫ് ഡേ. അങ്ങനെ അത് സൂര്യപ്രകാശത്തിന് നേരെ വരുന്നു. സൂര്യപ്രകാശം ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൂര്യപ്രകാശം. മറ്റൊന്ന് ജലം അല്ലെങ്കിൽ മഴ. അപ്പോൾ ഇവിടെ മഴയും വെയിലും ആവശ്യമാണ്. അങ്ങനെ പ്രകാശത്തെ കാണുന്നു. അവിടെ ഒരു ക്വയറ്റ് ഡിറ്റർമിനേഷൻ ബ്ലോസംസ് ഇൻ ടു ആക്ഷൻ ആൻഡ് ലീഡർഷിപ്പ്. അവിടെ അതാണ് ആ വരി സൂചിപ്പിക്കുന്നത്. ക്വയറ്റ് ഡിറ്റർമിനേഷൻ blossoms into action and leadership. This is the first visible step, a transformation from intention to action. അങ്ങനെ അതിൻ്റെ തീവ്രമായ ആഗ്രഹത്തിൽ നിന്ന് അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിസിബിലിറ്റി ആൻഡ് കണ്ടീഷൻസ് ആർ ദെയർ.
ടു എക്സാമിൻ ദി സറൗണ്ടിങ്സ്, എന്നിട്ട് ഇത് മുകളിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു, സാഹചര്യങ്ങൾ നോക്കുന്നു. ലേണിംഗ്, ടു എക്സാമിൻ ദി സറൗണ്ടിങ്സ് മീൻസ് ലേണിംഗ്, അഡാപ്റ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദി വേൾഡ്, ഈ ലോകത്തെ കാണുന്നു. ആൻഡ് ഷോ ദി റെസ്റ്റ് ദി വേ, മറ്റ് താഴെയുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ്. അവര് മുകളിലേക്ക് വരാൻ ഉള്ള അനുകൂല സാഹചര്യം ഉണ്ട് എന്ന് കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്പിറേഷനും ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അപ്പോൾ സീഡ്ലിംഗ് ബിക്കംസ് എ ഗൈഡായിട്ട് പ്രവർത്തിക്കുകയാണ് അവിടെ. അപ്പോൾ ടു എക്സാമിൻ ദി സറൗണ്ടിങ്സ്, സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചു, അനുകൂലമായ കാലാവസ്ഥ, അതുകൊണ്ട് താഴെയുള്ളവരെ മുകളിലേക്ക് കൊണ്ടുവരാൻ ഉള്ള നേതൃത്വം നൽകുന്നു. ദി ലീഫ്ലെറ്റ് ലൈക്ട് ദി പ്രോസ്പെക്ട്സ്, അപ്പോൾ ആ കാഴ്ചകളൊക്കെ ലീഫ്ലെറ്റ് ഇഷ്ടപ്പെടുന്നു. ദി ലീഫ്ലെറ്റ് ലൈക്ട് ദി പ്രോസ്പെക്ട്സ്. സോ ഇറ്റ് കാൾഡ് ഇറ്റ്സ് ബ്രദർ, അങ്ങനെ അതിൻ്റെ സഹോദരനെ വിളിക്കുന്നു. ഇവിടെ സഹോദരൻ ആരാണ്? സ്റ്റെം. അപ്പം റൂട്ട്, ആദ്യം സീഡ്, പിന്നെ അത് കിളിർത്ത് മുള പൊട്ടി, അതിനുശേഷം സ്റ്റെം ആവുന്നു, ലീഫ്ലെറ്റ് ആവുന്നു, സ്റ്റെം ആവുന്നു, പിന്നെ ഫ്ലവർ ആകുന്നു, ഫ്രൂട്ട്സ് ആകുന്നു. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജിലേക്ക് പോകുന്നു. ദെൻ 2 അതർ ലീഫ്ലെറ്റ്സ് ഹെഡ് ഇറ്റ്, ഇങ്ങനെ ഈ തൈച്ചെടി താഴെയുള്ള 2 ലീഫുകളെ വിളിക്കുന്നത് ആര് കേട്ടു? താഴെയുള്ള സ്റ്റെമ്മിനോട് പറയുന്നത് താഴെയുള്ള ലീഫ്ലെറ്റ് കേട്ടു. ആൻഡ് ക്വിക്ക്ലി ഫോളോഡ് ദം, അവയും പെയ്യെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ ജോയ് ഇൻ ഡിസ്കവറി, ഇവിടെ വാട്ട് ഇറ്റ് ഈസ്, ലൈറ്റ് ബ്രിങ്സ് നോട്ട് ജസ്റ്റ് ഗ്രോത്ത് ബട്ട് ഡിലൈറ്റ്. ആ പ്രകാശത്തെ കണ്ടാൽ പ്രകാശം എല്ലായ്പ്പോഴും സന്തോഷം നൽകുന്നതാണ്. ഇറ്റ് ഈസ് എ പവർഫുൾ കറേജ്, ഓർ ഇതൊരു ശക്തിയുറ്റ തീമാണ് ഇവിടെ കാണുന്നത്. തീം ഓഫ് സോളിഡാരിറ്റി. സോളിഡാരിറ്റി മീൻസ് ഹൗ വൺ ആക്ട് ഓഫ് കറേജ് ക്യാൻ ഇൻസ്പയർ അതേഴ്സ് ടു റൈസ്. സോളിഡാരിറ്റി മീൻസ് ഒരാളുടെ പ്രവൃത്തി തൊട്ട് പിന്നിലുള്ള ആൾക്ക് പ്രചോദനം നൽകുന്നത് ആയി മാറുന്നു. ഹൗ വൺ ആക്ട് ഓഫ് കറേജ് ക്യാൻ ഇൻസ്പയർ അതേഴ്സ് ടു റൈസ്. ഇപ്പോൾ സീഡ്ലിംഗ് ജേർണി ഈസ് നോ ലോങ്ങർ solitary, it becomes a ഷെയർഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓഫ് എന്നിലേക്ക് എമർജൻസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച്.